ചേട്ടാ, തോർത്തിന് എന്താ വില? 80 രൂപ. ആ, ഒരു വലിയ തോർത്ത് വേണം. വൃന്ദ കുളിക്കാൻ പോകണോ? അതെ, ഞാൻ കുളിച്ചിട്ടാ അമ്പലത്തിൽ വന്നത്. ഇത് വാങ്ങിയത് നിനക്ക് കുളിക്കാനാ. ഇവിടെ തൊട്ടടുത്ത് കുളിക്കാനുള്ള സൗകര്യമുണ്ട്. അവിടെ കുളിച്ചു വന്നിട്ട് പൂജ കണ്ട് തൊഴാം. നിനക്ക് ദേവി കടാക്ഷം കിട്ടും. അല്ല അത് ഒന്നും പറയണ്ട. ഇങ്ങോട്ട് വാ, കുളിച്ചിട്ട് വരാം. വാടാ, ഇങ്ങോട്ട് വന്നേ. നീ ഇവിടെ കുളിച്ചോ. ദാ തോർത്ത്. ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇറങ്ങി കുളിച്ചിട്ടോ. എന്തേ കുളിക്കുന്നില്ലേ? അല്ല, ഞാനിവിടെ കുളിക്കണോ? കുളിക്കണം. കുളിക്കാതെ ക്ഷേത്രത്തിൽ കയറാൻ പറ്റില്ല. വേഗം കുളിക്ക്. ഡ്രസ് മാറിയിട്ട് കുളിച്ചിട്ട് വാ. അത് താനിങ്ങനെ നിൽക്കുമ്പോ ഞാൻ എങ്ങനെ ഡ്രസ് മാറും? അതൊന്നും ശരിയാവില്ല. നീ ഡ്രസ് മാറിക്കോ. ഞാൻ നിന്നെ നോക്കേയില്ല. കണ്ണടച്ച് നിന്നോളാം. ആരവേ, നീ പെട്ടെന്ന് കുളിച്ചു കയറ്. പെട്ടെന്നാവട്ടെ. ഞാൻ ശ്രമിച്ചു നോക്കാം. ആ, എന്തൊരു തണുപ്പ്. നീ കുളിച്ചു തുടങ്ങിയില്ലേ? ആ, കുളിക്കാം. നന്നായിട്ട് കുളിക്കുന്നുണ്ട്. എന്നിട്ട് നീ കുളിക്കുന്ന ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. ആ ശബ്ദം ഇപ്പൊ കേക്കാം. എന്തൊരു തണുപ്പാ. കുളിക്കാൻ നല്ല സുഖം. ആരവേ, ഇതാണോ നിന്റെ കുളി? ഇത് കുളിയല്ല. ഇതിന് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നതേ കാക്കക്കുളിന്നാ. ഇതിപ്പോ ഇങ്ങനെ കുളിച്ചാലും മതിയല്ലോ. എടാ, കുളത്തില് മുങ്ങി കുളിച്ച് ക്ഷേത്രത്തിൽ കയറി തൊഴുമ്പോഴാ അതിന്റെ ഐശ്വര്യം കിട്ടുക. ഇത് നിന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പൂജയല്ലേ? രാവിലെ നന്നായി കുളിച്ചിട്ടാ പൂജ കണ്ട് തൊഴേണ്ടത്. ശരീരശുദ്ധിയില്ലാതെ ക്ഷേത്രത്തിൽ കയറിയാലേ ഉദ്ദേശ ഫലം കിട്ടില്ല. അങ്ങോട്ട് ഇറങ്ങി ഒന്ന് മുങ്ങി കുളിച്ചേ. ഇനി ഞാനൊരു സത്യം പറയാം. എനിക്ക് വെള്ളം ഭയങ്കര പേടിയാ. നീന്തലും അത്ര വശമില്ല. ഈ മുങ്ങി കുളിക്കുമ്പോ കാല് വഴുതി വെള്ളത്തിൽ വീണ ഞാൻ ചത്തുപോകൂലേ? എടാ, ഈ വെള്ളത്തിൽ ചെറുതായിട്ടൊന്ന് മുങ്ങിയെന്ന് കരുതി ആരും ചത്തൊന്നും പോവില്ല. നീ അങ്ങോട്ട് മുങ്ങിക്കേ. ഞാനല്ലേ കൂടെ ഉള്ളത്. മുങ്ങ്. വേണ്ട വൃന്ദ, പ്ലീസ്. വാ. വൃന്ദ വേണ്ട, പേടിയാ എനിക്ക്. എങ്കിൽ നിന്റെ ആ പേടിയൊന്ന് മാറ്റണമല്ലോ. ഇറങ്ങ്. മുങ്ങാതെ ഞാൻ നിന്നെ വിടില്ല. ആരവേ, ഇറങ്ങ്. ഇറങ്ങാരോ. ഈശ്വരാ, ഇവന് നീന്താൻ അറിയില്ലേ? ഷോള് പിടിക്ക്. വാ 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 വാ. കേറ്. ഓക്കേ അല്ലേ? ആരോ, നീ ശരിക്കും പേടിച്ചോ? ശരിക്കും പേടിച്ചോ? ഞാൻ വെള്ളത്തിൽ മുങ്ങി ചത്തോന്ന കരുതിയ. എന്നിട്ട് നീ ചത്തില്ലല്ലോ. നിന്നെ ചാകാൻ വേണ്ടി ഞാൻ വിട്ടുകൊടുക്കോ? ഇനിയിപ്പോ കുളി കഴിഞ്ഞല്ലോ. ഡ്രസ് മാറി വാ. ക്ഷേത്രത്തിലേക്ക് പോ. ഡ്രസ് മാറാൻ. ഞാൻ ക്ഷേത്രത്തിലേക്ക് വരണോ? കൊള്ളാം. ഞാൻ കഷ്ടപ്പെട്ട് നിന്നെ കുളത്തിൽ മുക്കിയെടുത്തിട്ട് ഇപ്പൊ നീ ക്ഷേത്രത്തിലേക്ക് വരുന്നില്ലാന്നോ? അത് ശരിയാവില്ല. വന്നേ പറ്റൂ. അവിടെ ആരെങ്കിലും എന്നെ തിരിച്ചറിഞ്ഞ പ്രശ്നമാവില്ലേ? എന്ത് പ്രശ്നം വന്നാലും ഞാൻ നോക്കിക്കോളാം. നീ ഡ്രസ് മാറി വാ. ദേ, ഇപ്പൊ പൂജ തുടങ്ങും. അപ്പോ ഞാൻ വരണോ അല്ലേ? വരണം. വന്നേ പറ്റൂ.
വേഗം വാ, പൂജ തുടങ്ങാൻ നേരായി. വൃന്ദേ, എനിക്ക് തണുത്തിട്ട് നല്ലതുപോലെ വിറയ്ക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോ തണുപ്പൊക്കെ മാറും. ആരെങ്കിലും എന്നെ കണ്ടാലോ? ഇങ്ങോട്ട് വാടാ, ഒരു കുഴപ്പമില്ലാന്നേ. അയ്യോ, ACP ഇവിടെ വെച്ച് കണ്ട പ്രശ്നവും കുഴപ്പമായല്ലോ. ACP ഉള്ളപ്പോ ഞാൻ എങ്ങനെ അമ്പലത്തിൽ കയറി തൊഴും? അത് ആരവൻ? അയാൾ ഇപ്പൊ ഇവിടെ വന്നത് തൊഴാൻ തന്നെയാണോ, അത് എന്നെ പിടിക്കാനോ? ഞാൻ ഇവിടെ എന്നാൽ അയാൾ എന്നെ കാണും. ഞാൻ അവിടെ മാറിയിരിക്കാം. അല്ല, വൃന്ദ എന്താ രാവിലെ തന്നെ അമ്പലത്തില്? ഇത് പതിവുണ്ടോ അതോ എന്തെങ്കിലും വിശേഷമുണ്ടോ? ഞാനൊരു പൂജ നടത്താൻ വേണ്ടി വന്നതാ. അല്ല, ആരെയാ നോക്കുന്നേ? കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് വന്നേ. ഓ, അല്ല, ഡ്രസ്സൊക്കെ ആകെ നനഞ്ഞിരിക്കുകയാണല്ലോ, എന്തുപറ്റി? അത് കുളിസ്ഥലത്ത് കയ്യും കാലും നനയ്ക്കാൻ ഇറങ്ങിയതാ. സ്ത്രീകൾ ഈറനായിട്ട് വന്ന് ഇവിടെ തൊഴുതാ ഇവിടുത്തെ ദേവി പ്രസാദിക്കുമെന്ന് പറഞ്ഞു. അയാൾക്ക് സംശയമെല്ലാം തോന്നിയോ? ഈ ക്ഷേത്രത്തില് സ്ത്രീകൾ അങ്ങനെ ചെയ്യുന്നത് അവരുടെ വിവാഹം പെട്ടെന്ന് നടക്കാനാണെന്ന് കേട്ടിട്ടുണ്ട്. വൃന്ദയുടെ വിവാഹം പെട്ടെന്ന് നടക്കാനാണോ ഈ പൂജ? വിവാഹോ? വൃന്ദാകെ നനഞ്ഞിരിക്കുകയാണല്ലോ, വെള്ളം തന്ന പനി വരില്ലേ? ഇത് വെച്ചോ. നോ താങ്ക്സ്. അയാള് വൃന്ദയെ ടെൻഷൻ ആക്കാണല്ലോ. ഞാനെന്നാ പൂജ കണ്ട് തൊഴട്ടെ. ഒന്ന് നിന്നേ, ഞാനും തൊഴാനാ വന്നത്. ഇന്ന് വൃന്ദയുടെ പൂജയല്ലേ, നമുക്ക് ഒരുമിച്ച് തൊഴാം. എന്റെ ദേവി, ആരവിന്റെ അമ്മയ്ക്ക് വേണ്ടിയുള്ള പൂജയാണല്ലോ. അവന് പകരം ഇയാളോടൊപ്പം തൊഴാനാണല്ലോ യോഗം. ആരവ് എവിടെ കാണുന്നില്ലല്ലോ. വൃന്ദ, വരൂ, നമുക്ക് തൊഴുതിട്ട് വരാം. വൃന്ദ,